നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പല അഭ്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒരിക്കലും തങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തോട് യാതൊരു വിധത്തിലുള്ള നീതി പുലർത്താനും ഇവർക്കായിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഓരോരോ അഭ്യാസങ്ങളാണ്. അറിയോ? വാ കാണാം. വാ. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. കോഴ്സിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. 1971 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 4,27,105 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതും. എന്നാൽ ഇന്നലത്തെ ഈ അറിയിപ്പിൽ മന്ത്രി ശിവൻകുട്ടി 4,27,105 എന്ന് കൂട്ടി വായിക്കാൻ പാടുപെടും എന്നുള്ളതിനാൽ അദ്ദേഹം 427105 ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി എയറിലായിരുന്നു. അന്ന് വില്ലനായത് അക്കങ്ങൾ തന്നെയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്നും നമ്മൾ ഇതാണോ പ്രതീക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവുകയാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.